ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ ഷാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും സ്നേഹം മാത്രം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെർക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ചെർക്കളയിൽ നിന്ന് ബേവിഞ്ച തെക്കിൽ വരെയാണ്. ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെർക്കള ടൗൺ ഭാഗമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നന്നായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെർക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെഗാ കമ്പനി ചെയ്യുന്ന വലിയൊരു ടാസ്ക്കാണ് ഈ ഒരു ചെർക്കള ബേവിഞ്ച ഈ ഒരു റൂട്ട്. ചെർക്കളയിൽ നിന്നും അതായത് ചട്ടഞ്ചാൽ വരെ വലിയൊരു ടാസ്ക്കാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ വളവുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ചെർക്കള ടു ചട്ടഞ്ചാൽ വരെയുള്ള ഈ ഒരു റീച്ചിൽ വരുന്ന ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മുടെ ULCCക്കൊക്കെ സ്റ്റേഡിയം കൊടുത്ത് അവിടെ ഒരു 6 വരിപ്പാത ഉണ്ടാക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ അവർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ആ ഒരു 40 കിലോമീറ്റർ ഇവരെ ഈ ഒരു 40 കിലോമീറ്റർ അത്ര പെട്ടെന്നൊന്നും അവർക്ക് തീർക്കാൻ പറ്റുന്നതല്ല. ശരിക്കും ഒരുപാട് വലിയ വലിയ കുന്നും വളവുകളൊക്കെ ഉള്ള ഒരു വലിയൊരു റിസ്ക്കുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മണ്ണൊക്കെ എടുത്ത് അവർക്ക് ഈ ഒരു രീതിയിൽ വർക്ക് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതിലും അവർ നല്ല ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിനേക്കാളും നല്ലൊരു മാറ്റം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 6 വരിപ്പാതേൻ്റെ ഒരു 3 ട്രാക്ക് എന്ന രീതിയിൽ ഏകദേശം സ്ഥലങ്ങളൊക്കെ ഈ ഒരു വളവിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ വളവ് എന്ന് വെച്ചാൽ ഒരു SU ടൈപ്പിലൊക്കെ ഉള്ള ഒരു വളവായിരുന്നു ഇവിടെ ആദ്യം. ഞാൻ പഴയ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറ ഒക്കെ പൊക്കി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്നുള്ള മാറ്റം വന്ന് എത്ര കണ്ട് റോഡ് വളവ് ഒഴിവാക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഈ ഒരു 6 വരിപ്പാത ഇവർ ചെയ്യുന്നുള്ളത്. ഇത്രയും ഒരു റിസ്ക്കുള്ള ഏരിയയിൽ ഇവർക്ക് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഇപ്പം നല്ല കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡൊക്കെ ഇപ്പം കാഞ്ഞങ്ങാട് റൂട്ടുള്ള ഏകദേശം മാവുങ്കാൽ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നല്ല സ്പീഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടായ ഭയങ്കര സ്ലോ ആണ് ഇവിടെ വർക്ക് എന്നുള്ളത്. പക്ഷേ സ്ലോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ഇപ്പോൾ ഈ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഈ ഒരു വാള് കാണാം. ഈ വാള് മണ്ണൊക്കെ എടുത്ത് അവിടെ വാളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് 6 വരിപ്പാതെല്ലാം ചെയ്യാൻ പറ്റും. അത്രയും എല്ലാ ഏരിയയും നല്ല റിസ്ക്കുള്ള ഏരിയ ആണ്. ഇപ്പോൾ ULCC തലപ്പാടി ടു ചെങ്കള ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വീതി കൂട്ടേണ്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സ്ഥലമായിട്ടെടുത്ത് അവർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടോ അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ പഴയ റോഡിൽ നമുക്ക് യാത്ര ചെയ്തവർക്ക് അറിയാം, നല്ല സ്പേസ് ആയിരുന്നു 2 സൈഡിലും. പിന്നെ അതുപോലെ കുന്നും കുഴിയുള്ള സ്ഥലങ്ങളൊന്നുമല്ല. അവർക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് 40 കിലോമീറ്റർ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ പ്രോഗ്രസ്സിങ് നല്ല രീതിയിൽ വർക്ക് കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളതും. പക്ഷേ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു റീച്ച് നല്ലൊരു റിസ്ക് തന്നെയാണ്. ഇതുപോലുള്ള വളവൊക്കെ സ്ട്രൈറ്റ് ആക്കി കൊണ്ടുപോയി അതിനെ ഒന്ന് വർക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുള്ളത് അത് വലിയൊരു റിസ്ക് തന്നെയാണ് ഇവരെ. അതിലും അവർ നല്ലൊരു വിജയം തന്നെയാണ് അവർ കാണുന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെയൊക്കെ കാണാം ഈ ഒരു വലിയൊരു വളവ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ വലിയൊരു U ഷേപ്പിലുള്ളൊരു വളവ് സ്ട്രെയിറ്റ് ചെയ്ത് ഇതിലെ കൂടി പുതിയ ഒരു റോഡ് 6 വരിപ്പാത പുതിയതായിട്ട് ഇതിലെ കൂടി മണ്ണ് വലിയൊരു കുന്നാണിത്. ഈ കുന്നിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു വളവ് സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുപോകാം. അപ്പോൾ അതിനുള്ള ആ ഒരു ടൈമാണ് ഇവിടെ നമുക്ക് സ്ലോ എന്ന് പറയുന്നുണ്ടായത് ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ അവരെ വർക്കും നല്ല സ്പീഡാണ്. ഏകദേശം ചട്ടഞ്ചാൽ ടൗണൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഇതിനങ്ങോട്ടേക്ക് നല്ല സ്പീഡിൽ തന്നെ വർക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും വലിയ കുന്നല്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് കൂടുതലും, ലെഫ്റ്റ് സൈഡ് വലിയ കുഴിയായതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്നാണ് കൂടുതലും മണ്ണെടുത്ത് മാറ്റി അവർ ഈ 6 വരിപ്പാത കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഈ മണ്ണെടുത്ത് മാറ്റുന്ന ഈ ഒരു പ്രവൃത്തി മാക്സിമം ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 ട്രാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ 3 ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ 3 ട്രാക്ക് ചെയ്യാനേ ഉള്ളൂ. ഏകദേശം നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് മാറ്റി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു U ഷേപ്പ്, U എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു അത്രയും വലിയൊരു ടേണാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നൊരു വളവാണ്. ഏറ്റവും വലിയ വളവായിരുന്നു ഈ വളവ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ മണ്ണെടുത്ത് മാറ്റി ഇവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ആക്കി വയഡക്റ്റ് കൂടിയാണ് ഇതിൽ പോകുന്നത്. അതിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 ട്രാക്ക് എന്ന രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. ഇവിടുന്ന് സ്ട്രൈറ്റാണ് പോകുന്നുള്ളത്. പഴയ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡ് ഒരു വളവോട് കൂടിയിട്ടുള്ള പഴയ റോഡ്. ഇപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു വയഡക്റ്റിൽ കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡ് ഒരു 3 ട്രാക്ക് എന്ന രീതിയിൽ ആദ്യം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ലെഫ്റ്റ് സൈഡ് 3 ട്രാക്കിൻ്റെ വർക്ക് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു മാറ്റങ്ങൾ തന്നെ നല്ലൊരു മാറ്റങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്.
പിന്നെ വേറൊരു കാര്യം, ഞാൻ നാളെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു വിശദീകരണ ഒരു വീഡിയോ ആയിരിക്കും. കാരണം കേരളത്തിലുള്ള ഈ ഒരു ആറുവരിപ്പാതയിലുള്ള പോരായ്മ, അതായത് അണ്ടർപാസിലും അതുപോലെ എൻട്രി എക്സിറ്റിലുള്ള പോരായ്മയും, പിന്നെ അതുപോലുള്ള ബാംഗ്ലൂർ മൈസൂറുള്ള ഒരു എൻട്രി എക്സിറ്റ്, അതുപോലെ അണ്ടർപാസ് കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു ഹൈവേയിൽ എമർജൻസി യൂ ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു യൂ ടേണൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ താൽക്കാലികമായിട്ട് അവർ ഡിവൈഡറൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കുക, എമർജൻസി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ആറുവരിപ്പാതയിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ കേരളത്തിലെ റോഡും അതുപോലെ മൈസൂറിലെ ആ ഒരു ആറുവരിപ്പാതയും രണ്ടും ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നാളത്തെ വീഡിയോ ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂട്ടത്തോടു കൂടി പ്രാവ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രോണിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. ഒരു 3-4 പ്രാവശ്യം അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ക്യാമറയുടെ തൊട്ടടുത്തായിട്ട് നല്ലൊരു റിസ്ക് തന്നെയാണ് എനിക്ക് ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രാവ് ഒരു പ്രാവശ്യം പോയി പിന്നെ അതിൽ തിരിച്ച് വന്ന് പിന്നെയും ഡ്രോണിനെ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ നല്ലൊരു റിസ്ക് ഉണ്ടായിരുന്നു ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യാൻ. അപ്പോൾ ചില ആൾ ചോദിക്കും ഡെയിലി വീഡിയോ ചെയ്തുകൂടെ, ഒരുപാട് റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്തതിന് ശേഷം അത് എനിക്ക് അപ്ലോഡ് ചെയ്ത് പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയൊന്നുമല്ല. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് ചെയ്യാമെന്ന് പറയുന്നത് നല്ലൊരു റിസ്ക് തന്നെയാണ്. മാക്സിമം ഞാൻ എൻ്റെ വേറെ പണിയുടെ കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറേ കമൻറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഡെയിലി വീഡിയോ ചെയ്യും ബ്രോ, അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ഇത് ചെറിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് മൊബൈലിൽ ഇപ്പം പോയിട്ട് അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ദിവസം വീഡിയോ എടുത്തിടാൻ പറ്റും. പക്ഷേ ഈ ഡ്രോൺ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റുന്നതല്ല, കൂടെ എൻ്റെ ഒരുമിച്ച് ഒരാളും കൂടി വേണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ കാര്യത്തിലേക്ക് പോകാം. പിന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പഴയ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പാലത്തിൻ്റെ വർക്കിൻ്റെ, അപ്പോൾ അതിൽ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മാറ്റങ്ങളുണ്ട് എന്നുള്ള. പഴയ വീഡിയോ കണ്ട ആൾക്ക്, ഇപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്ക് അതൊരു മാറ്റങ്ങൾ നിങ്ങൾക്കതൊരു മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ വർക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ ഒരു വർക്കും കാണാൻ പറ്റുന്നില്ല, പഴയ പോലെ തന്നെയാണ്. പഴയ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ഏരിയയൊക്കെ. അതായത് ആ ഒരു ബേവിഞ്ച പാലം കഴിഞ്ഞാൽ, അതിന് ബേവിഞ്ച പാലം തെക്കിൽ പാലം എന്ന് രണ്ടും പറയും. അപ്പോൾ ആ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്തൊക്കെ പഴയ പോലെ തന്നെയാണ്. മാറ്റങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 3 ട്രാക്ക് എന്ന രീതിയിൽ അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ട്രാക്ക് എന്ന രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതും വലിയൊരു വളവുള്ള ഏരിയ ആണ്. ഈ പാലം കഴിഞ്ഞ് പിന്നെ ചട്ടഞ്ചാൽ വരെ നല്ല വളവ്, വലിയ കുന്നുപ്രദേശമാണ്. അപ്പം റൈറ്റ് സൈഡിലാണെങ്കിൽ വലിയ കോൺക്രീറ്റൊക്കെ ചെയ്ത് മണ്ണിട്ട് പ്രസ് ചെയ്യുന്നതും, ലെഫ്റ്റ് സൈഡാണെങ്കിൽ കുന്നിന്ന് മണ്ണെടുത്ത് മാറ്റി ആറുവരിപ്പാത കൊണ്ടുപോവുക എന്ന് പറയുന്നുള്ളത് വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഉള്ള ഒരു വർക്കാണ് കാണാൻ പറ്റുന്നുള്ളത്. അതും അത്യാവശ്യം ഇപ്പം ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു 3 ട്രാക്ക് അവർ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിപ്പോൾ നല്ലൊരു മാറ്റങ്ങളാണ്. ഇവിടെ ഞാൻ പഴയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ഒരു റോഡ് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പുതുതായി ചെയ്ത റോഡാണ്. ഒരു 3 ട്രാക്ക് എന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയൊരു മതിൽ കെട്ടി അതിൽ മണ്ണൊക്കെ ഇട്ട് പ്രസ് ചെയ്ത് ആ ഒരു റോഡ് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കുന്നും പ്രദേശമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുണ്ട് നാളത്തെ വീഡിയോയിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുണ്ട്. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. പിന്നെ അപ്പോൾ അത് കുറച്ച് എഡിറ്റിങ്ങിന് ടൈം എടുത്തുകൊണ്ടാണ് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈമിംഗ് ഉണ്ട് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റോൺ ഷാ വ്ലോഗ്, കാസർഗോഡ്.